നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനം നേരിടുന്ന അതിഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി അതിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. നാളെ മുതൽ വൈദ്യുതി ലഭ്യമാകും. യൂണിറ്റിന് 5.96 രൂപ നിരക്കിലാണ് വാങ്ങുക. ലോഡ് ഷെഡിംഗ് മുൻകൂട്ടി അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് നിർദ്ദേശവും നൽകി. VV അരുണുണ്ട്. അരുണ്, പ്രതിസന്ധിക്ക് വേണമെങ്കിൽ ഒരു പരിഹാരമാകുമെന്ന് കരുതാം അല്ലേ? ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നിയന്ത്രണങ്ങളിൽ ചെറിയ ഇളവ് വരുത്താൻ KSEB ഒരുപക്ഷെ തയ്യാറായിരിക്കും. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് KSEBിക്ക് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. അടിയന്തര സിറ്റിംഗ് നടത്തിയാണ് സംസ്ഥാനത്തെ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യം ഇന്നവർ അംഗീകരിക്കുകയായിരുന്നു. 19 മുതൽ, അതായത് നാളെ മുതൽ ഈ വൈദ്യുതി ലഭ്യമായി തുടങ്ങും. നാളെ നമുക്കറിയാം സംസ്ഥാനത്ത് വൈദ്യുതി വളരെയധികം കൂടുതൽ ആവശ്യമുള്ള ദിവസമാണ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ കൂടി നടക്കുന്ന ദിവസം. അതിന് പ്രത്യേക ക്രമീകരണം നേരത്തെ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. യൂണിറ്റിന് 5 രൂപ 96 പൈസ നിരക്കിലാണ് ഈ വൈദ്യുതി ലഭ്യമാവുക. NTPC, പവർ, പൾസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്നീ കമ്പനികളാണ് സർക്കാരിന് വൈദ്യുതി നൽകാമെന്ന ധാരണ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ വിഷയം പരിഗണിക്കുമ്പോൾ KSEBിക്ക് രൂക്ഷ വിമർശനം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നമ്മളൊക്കെ പറഞ്ഞതുപോലെ, നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വൈദ്യുതി നിയന്ത്രണം ഒരുപക്ഷെ അനിവാര്യമായി വരും. അപ്പോഴും അത് എത്ര മണിക്ക് ഏത് സമയത്തുണ്ടാകും, എത്ര സമയമുണ്ടാകുമെന്ന് ഉപഭോക്താക്കളെ, ജനങ്ങളെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും സംസ്ഥാന സർക്കാരും KSEBിയും ഇപ്പോഴത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ കാണിച്ചിരുന്നില്ല. അതിൽ വിമർശനം ഉണ്ട്. മാർഗ്ഗനിർദ്ദേശങ്ങളും റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് നൽകിയിട്ടുണ്ട്. ലോഡ് ഷെഡിംഗ് മുൻകൂട്ടി അറിയിക്കണം, എത്ര സമയത്തേക്ക് ഉണ്ടാകുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കൃത്യമായ രീതിയിൽ ഒരു തോന്നും പോലെ ചെയ്യുന്നതിന് പകരം കൃത്യമായ ഒരു ക്രമത്തിൽ അതിനെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം വേണം. 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ശേഷം അരമണിക്കൂർ പറഞ്ഞിട്ട് 1 മണിക്കൂറും 1.25 മണിക്കൂറും ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയില്ല. കൃത്യമായ ക്രമീകരണം ഇത് ഏർപ്പെടുത്തണം. ജനങ്ങളെ മുൻകൂട്ടി അറിയിച്ച് വേണം ഈ വൈദ്യുതി നിയന്ത്രണം എന്ന നിർദ്ദേശമാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് നൽകിയിരിക്കുന്നത്. സോളാർ വൈദ്യുതി സൂക്ഷിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കമ്മീഷൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ പദ്ധതി നടത്തിപ്പ് അതിന് വേഗം പോരാ എന്നാണ് വിമർശനം. അത് വേഗത്തിൽ പൂർത്തിയാക്കിയാൽ ഈ പ്രതിസന്ധി കുറച്ചെങ്കിലും പരിഹാരം കാണാനാകില്ലേ എന്ന ചോദ്യവും റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി അരുൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.